ഇറാനിൽ ഇസ്രയേൽ ആക്രമണം, ടെഹ്റാനിൽ 3 സ്ഫോടനം. അയത്തുള്ള അൽ ഖമേനിയുടെ ഓഫീസിന് സമീപവും മിസൈൽ പതിച്ചു. ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ആക്രമണം അമേരിക്കയുമായി ആലോചിച്ച ശേഷമെന്ന് അമേരിക്കൻ ഇസ്രയേൽ മാധ്യമങ്ങൾ. തിരിച്ചടിക്കൊരുങ്ങി ഇറാൻ. ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ. ഇടക്കാല സ്റ്റേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നീക്കിയതോടെ കേരള സ്റ്റോറി 2 സിനിമ തിയേറ്ററുകളിൽ. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. പ്രദർശനം തടസ്സപ്പെട്ടു. മലയാളികൾ ചിത്രം ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കുമെന്ന് എ റഹീം MP. സിനിമയിൽ പ്രശ്നങ്ങളില്ലെന്ന് കുമ്മനം രാജശേഖരൻ. രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ നിർണായകമായ വഴിത്തിരിവ്. ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി രാജ്യവ്യാപക വാക്സിനേഷന് തുടക്കമായി. പദ്ധതി രാജസ്ഥാനിലെ അജ്മീറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വാക്സിൻ നൽകുക 14 വയസ്സ് പൂർത്തിയായ എല്ലാ പെൺകുട്ടികൾക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ സജീവ ചർച്ചകളുമായി മുന്നണികൾ. ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശകൾ പരിശോധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. KK ശൈലജയ്ക്ക് മത്സരിക്കാൻ സെക്രട്ടേറിയറ്റ് നിലപാട് നിർണായകം. RSPയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. ഇരവിപുരം മണ്ഡലം സെക്രട്ടറി N നൌഷാദ് രാജിവെച്ചു. തിരുവനന്തപുരം നഗരൂരിൽ ജീപ്പ് തടഞ്ഞ് പോലീസിനെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ കർശന നടപടിയെന്ന് DGP. പോലീസിന്റെ മനോവീര്യം തകർക്കാമെന്ന് ആരും കരുതേണ്ടെന്നും റവാഡ ചന്ദ്രശേഖർ. 9 CPM DYFI പ്രവർത്തകർക്കെതിരെ കേസ്. 2 DYFI പ്രവർത്തകർ അറസ്റ്റിൽ. ISL കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യ കാശിയുമായുള്ള മത്സരം കൊച്ചിയിൽ വൈകിട്ട് 5 മണി മുതൽ. 2020 ലോകകപ്പിലെ ശ്രീലങ്കയുമായുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാന് ഇന്ന് നിർണായകം. ഒടുവിൽ ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കി, ലോകത്തെ യുദ്ധഭീതിയിലാക്കി ഇറാനിൽ ഇസ്രയേലിന്റെ ആക്രമണം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ അപ്രതീക്ഷിത ആക്രമണം നടത്തി. ടെഹ്റാനിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജോംഹൌറി പ്രദേശത്തും നിരവധി മിസൈലുകൾ പതിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ലിജിൻ ചേരുകയാണ്. ലിജിൻ, ഒരുപക്ഷെ തിങ്കളാഴ്ചത്തെ വിയന്നയിലെ ചർച്ചയ്ക്ക് ശേഷം സംഭവിച്ചേക്കാമെന്ന് നമ്മൾ കരുതിയ ആ യുദ്ധം, ആ ഏറ്റുമുട്ടൽ ഒരുപക്ഷെ അമേരിക്കയും ഇറാനുമായി സംഭവിച്ചേക്കാമെന്ന് നമ്മൾ കരുതിയ യുദ്ധം ഒരു 48 മണിക്കൂർ മുൻകൂട്ടി കടന്ന് ഇന്ന് ഈ പട്ടാപ്പകൽ സംഭവിച്ചിരിക്കുന്നു. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. അമേരിക്കയുമായി ആലോചിച്ചെന്ന സൂചന. 2-3 ദിവസം മുൻപേ ഇസ്രയേലിൽ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരാവസ്ഥയടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും സ്വപ്ന, എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ പ്രധാനപ്പെട്ട മേഖല ടെഹ്റാനിലെ തന്നെ പ്രധാനപ്പെട്ട 2 മേഖലകളിലാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഈ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇതിൻ്റെ നേതാക്കൾ തന്നെ, അതായത് ഇസ്രായേലിൻ്റെ തന്നെ ചില നേതാക്കൾ ചില അന്തർദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അമേരിക്കയുമായി ഞങ്ങൾ യോജിച്ചുകൊണ്ട് ചില ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ചില വക്താക്കൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇത്തരമൊരു ആക്രമണം നടത്തുന്നു എങ്കിൽ നിശ്ചയമായും അമേരിക്കയുടെ കൂടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ഒരു വിവരം. എന്തായാലും ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് 2 രാജ്യങ്ങൾ തമ്മിൽ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഇറാന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചടിക്ക് തങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൗരന്മാർ ആരും തന്നെ ഈ വിമാനത്താവളങ്ങളിലേക്ക് എത്തരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ഇപ്പോൾ ബങ്കറിനുള്ളിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അടച്ച ഒരു നിലയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചെറിയ സൂചനകളുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. നേരത്തെ സ്വപ്ന തന്നെ സൂചിപ്പിച്ചിരുന്ന പോലെ
പോലെ അമേരിക്ക ഇത്തരത്തിലൊരു നീക്കം നടത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇറാനും അമേരിക്കയുമായി വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ ഒരു പശ്ചിമേഷ്യയിലേക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ നയതന്ത്ര ചർച്ചയിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്നാണ് ഒരു പരിധിവരെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ ചർച്ചകളിൽ താൻ സംതൃപ്തനല്ല, യുദ്ധത്തിലേക്ക് നയിക്കുന്നതിൽ താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒന്നും ചെയ്യാനില്ല എന്ന തരത്തിലുള്ള പരാമർശം ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും എപ്പോഴും ഒരുമിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇറാനെതിരെ നിരവധി തവണയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരവാദ രാജ്യം എന്നതടക്കമുള്ള പരാമർശങ്ങൾ ട്രംപ് തന്നെ നടത്തുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് എന്തായാലും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ അപ്രതീക്ഷിതം എന്ന് പറയാവുന്ന ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ സംയോജിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പൂർണ്ണമായിട്ടുള്ള ജനങ്ങളോട് വലിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും ഇറാനിലെ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്ന് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാണ്. അതായത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ടും അവിടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. രാജ്യത്തെ പൗരന്മാരോട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള നീക്കം നടത്തണം എന്നുള്ളതാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇറാന്റെ തിരിച്ചടി, ഇറാന്റെ മറുപടി എതിരെ. അതിലേക്ക് നമുക്ക് വരാം ലിജിനി. ഇറാൻ ഇനി ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ എന്തായാലും ഈ ഒരു സാഹചര്യത്തെ നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ വിലയിരുത്തുകയാണ്. അതിലേക്ക് പറഞ്ഞാൽ ഇതൊരു ആശ്വാസം എന്ന് പറയാം. കാരണം അമേരിക്ക അവിടെ നടത്തിയുള്ള പ്രിപ്പറേഷൻ അനുസരിച്ച് ഈ ടോക്സ് ഫെയിൽ ചെയ്യും നടത്തുന്ന ഒരു അറ്റാക്ക് ആയിരുന്നെങ്കിൽ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് ആകുമായിരുന്നു. ഇപ്പൊ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും നടക്കുകയാണ്. അപ്പൊ അമേരിക്ക ഈസ് സ്റ്റിൽ എൻഗേജ്ഡ് വിത്ത് ഇറാൻ. ആ സമയത്ത് ഇസ്രയേലിന് അവരുടെ തന്നെ പ്രോബ്ലംസ് ഉണ്ടല്ലോ ഇറാനുമായിട്ട്. അപ്പോൾ ഒരു വാർണിംഗ് ഷോട്ട് എന്നുള്ള തരത്തിലാണ് ഇസ്രയേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾ ഔട്ട് അറ്റാക്ക് ആണെങ്കിൽ അമേരിക്ക തന്നെ മുന്നിലേക്ക് വന്നേനെയാണ്. അപ്പോൾ ഈ ടോക്സിന് കുറച്ചുകൂടെ സീരിയസ്നെസ് കിട്ടാൻ വേണ്ടി, ഒരു ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം അതൊരു ടിറ്റ് ഫോർ ടാറ്റ് അറ്റാക്ക് ആയിട്ട് തീരുമായിരിക്കും. ഇറാൻ ഏതെങ്കിലും സിറ്റിയിൽ ഇസ്രയേൽ ബോംബ് ചെയ്യും, അതോടുകൂടി അത് തീരും. അതേസമയത്ത് അമേരിക്കക്കാരാണ് ചേർന്നതെങ്കിൽ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്ന ഈ സാഹചര്യം ഒരുപക്ഷെ കൂടുതൽ വഷളാക്കുമെന്ന ഒരു അതുകൂടി നമ്മൾ കാണണ്ടേ? അതെ, പക്ഷെ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ആയിട്ടില്ലല്ലോ. അവരിപ്പോഴും ചർച്ചകൾ നടത്തുകയല്ലേ. അപ്പൊ അവർക്ക് പറയാം ഇത് ഇസ്രായേൽ ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഷോട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിയാൻ പറ്റുമല്ലോ. പക്ഷെ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. ഒരിക്കൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോകാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അമേരിക്ക നേരിട്ട് അറ്റാക്ക് ചെയ്തില്ല എന്നുള്ളത് കുറച്ചൊരു റിലീഫുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ അതൊരു ടിറ്റ് ഫോർ ടാറ്റ് ബോംബിങ്ങോടുകൂടി തീരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ചർച്ചകൾ തുടരുകയുമാണല്ലോ. കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ ഇസ്രയേലിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒന്നുകൂടി വഷളാകുകയോ അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇസ്രയേൽ അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി തന്നെ വീണ്ടും തിരിച്ചടിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അമേരിക്കയുടെ ഒരു ഇടപെടൽ സ്വാഭാവികമായും ഈ ഒരു ഇഷ്യൂയിലേക്ക് വരികയും ചെയ്യും. അമേരിക്ക ഇടപെടേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നതാണെന്നാണ് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയ്ക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവർ തയ്യാറായിരിക്കല്ലേ മുഴുവനായിട്ടും. പക്ഷെ ആ നെഗോസിയേഷൻസിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ എന്ന് നോക്കുക. അതേസമയം തന്നെ ഭയപ്പെടുത്തുക, ഞങ്ങൾ സീരിയസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിന് തീർച്ചയായിട്ടും തിരിച്ചൊരു അറ്റാക്ക് കിട്ടും. പക്ഷെ അതോടുകൂടി അത് അവസാനിക്കും. അത് യുദ്ധമായിട്ട് മാറാൻ സാധ്യതയില്ല. അതാണ് ഞാൻ ഇതിനകത്തൊരു ഹോപ്പ്ഫുൾ സൈനായിട്ട് കാണുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ. 4 മില്യൺ ഇന്ത്യൻസ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത് പടർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടൊരു സിറ്റുവേഷനാണിത്. ഓക്കെ, ലിജിനിലേക്ക് തന്നെയാണ് വീണ്ടും. ലിജിൻ, ശ്രീ TP ശ്രീനിവാസൻ സാറിൻ്റെ പരാമർശം കേട്ട് കാണുമല്ലോ ലിജിൻ. അതായത് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് നന്നായി, അല്ലെങ്കിൽ അമേരിക്ക ആക്രമിച്ചുവെങ്കിൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ആക്രമണമായതുകൊണ്ട് തന്നെ ഇതൊരു വാർണിംഗ് അറ്റാക്കാണ് എന്നാണ് അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നത്. പക്ഷേ ഒരു വാർണിംഗ് അറ്റാക്ക് ആണെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ പരമോന്നത അധികാരത്തിന് നേരെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ നേരത്തെ തന്നെ ഇറാനിലെ പരമോന്നത നേതാവും അവിടുത്തെ ഭരണകൂടവും കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നതാണ്. എങ്ങനെയാകും ഇറാൻ്റെ ഒരു തിരിച്ചടിയെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് നേരിട്ട് ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും ഒന്നും ഒരു അറ്റാക്ക് നടത്താൻ ഇറാൻ ശ്രമിക്കുകയില്ല. പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ മധ്യപൂർവേഷ്യയിലെ
അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സൈനിക ക്യാമ്പുകളെയായിരിക്കും. ആ മേഖല അപ്പാടെ മൊത്തത്തിൽ ഒരു അശാന്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം. തീർച്ചയായിട്ടും സ്വപ്ന, ഈ ഒരു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മുൻകരുതൽ ആക്രമണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അതായത് ഇത് തങ്ങൾ മുൻകരുതൽ എന്ന നിലയ്ക്ക് ആക്രമണം നടത്തിയതാണ് ഇറാനിലെ ടെഹ്റാനിൽ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ആയത്തുള്ള ഖമേനിയുടെ അദ്ദേഹം വസിക്കുന്ന സ്ഥലത്തിന് സമീപമായിട്ടാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആക്രമണം നടന്നത്. മറ്റൊന്ന്, സൈനിക കേന്ദ്രങ്ങളും ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഊന്നിക്കൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എന്തായാലും ഇസ്രായേലിനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകൾ ഇറാനിയൻ അതിർത്തികളിലും അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിലും ഇപ്പോൾ പറക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ അത് കൃത്യമായി അറിയുവാനും സെൻസർ ചെയ്യുവാനുമുള്ള അത്യാധുനിക ശേഷിയുള്ള MQ-4C എന്ന ഡ്രോണുകളാണ് ഇപ്പോൾ അമേരിക്കൻ നാവികസേനയുടെ ഡ്രോണുകളാണ് ഇറാന്റെ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ പറക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ അവർ ശേഖരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്ന് നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക കൃത്യമായി ഈ ഇറാന്റെ നടപടികളും അല്ലെങ്കിൽ ഇറാന്റെ നീക്കങ്ങളും ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇറാൻ പ്രത്യാക്രമണം നടത്താൻ സാധ്യതയുള്ള മിസൈൽ ലോഞ്ചറുകൾ അതോടൊപ്പം തന്നെ നാവിക കപ്പലുകൾ എന്നിവ ഏതു രീതിയിലാണ് മുന്നോട്ട് പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നീക്കം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രോണുകൾ ഇപ്പോൾ അയച്ചുകൊണ്ടാണ് അമേരിക്ക ഈ നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയതന്ത്രപരമായി വലിയ ചർച്ചകൾ നടക്കുന്ന വേളയിലാണ് ഇസ്രായേലിൻ്റെ ഇത്തരമൊരു നീക്കം എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതൽ ആകുമ്പോൾ ഇത് കേവലം ഇറാനെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെയോ അമേരിക്കയോ മാത്രമല്ല ബാധിക്കുക, മറ്റ് ലോകരാജ്യങ്ങളും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. സമാധാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് മറ്റെല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത്. എങ്കിൽ പോലും ഇരു രാജ്യങ്ങളുടെ നിലപാട് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ നിലപാടാണ് ഏറ്റവും പ്രധാനമായും വരിക. തീർച്ചയായും അതിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം. നേരത്തെ വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് വിലയിരുത്തുകയുണ്ടായി. അതായത് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു അസ്വാരസ്യം, ഈ ഒരു അറ്റാക്ക് ഒരുപക്ഷേ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന വിയന്നയിൽ നടക്കാനിരിക്കുന്ന മൂന്നാം വട്ട അമേരിക്ക ഇറാൻ ആണവ ചർച്ചകളെ സാരമായി ബാധിക്കും. ഒരുപക്ഷെ ഈ ചർച്ച തന്നെ നടന്നേക്കില്ല. ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഒരു ആണവ കരാറിലേക്ക് ഒതുക്കാനുള്ള അല്ലെങ്കിൽ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ, ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടാനുള്ള ഒരു നീക്കം ഒരുപക്ഷെ ഇനിയും വിദൂരമായി തന്നെ തുടരുമെന്നൊരു സൂചനയാണ് ശ്രീ മോഹൻ വർഗീസ് നൽകിയത്. സ്വാഭാവികമായി ചർച്ചകളും ആക്രമണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. നയതന്ത്രം പരാജയപ്പെടുന്നിടത്താണ് യുദ്ധമുണ്ടാകുന്നത്. ഇവിടെ 3 റൗണ്ട് ചർച്ചകൾ, ആദ്യ റൗണ്ട് ഒമാനിൽ വെച്ചും രണ്ടാമത്തെ റൗണ്ടും മൂന്നാമത്തെ റൗണ്ടും ജനീവയിൽ വെച്ചും കൺക്ലൂഡ് ചെയ്യുകയും ജനീവയിൽ വെച്ചുള്ള മൂന്നാമത്തെ റൗണ്ടിൽ ഇറാൻ ഡ്രാഫ്റ്റ് പ്രപ്പോസലുകൾ, ലിഖിതമായ ചില നിർദ്ദേശങ്ങൾ മധ്യസ്ഥർ മുഖേന അമേരിക്കയെ സമർപ്പിക്കുകയും ചെയ്തു. അടുത്ത റൗണ്ട് ചർച്ച ജനീവയിൽ നിന്നും മാറി ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചാണ് എന്ന രീതിയിലാണ്. അവിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കാളികളാകും. അവിടെ കുറച്ചുകൂടി ടെക്നിക്കൽ നേച്ചറുള്ള ചർച്ച നടക്കും എന്ന പ്രതീതി ഉണ്ടായിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ സമയക്രമം ഒന്നുകൂടി വളരെ ഗൗരവമായി നോക്കേണ്ടതുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തിങ്കളാഴ്ച ടെല്ലവീവിൽ എത്തുന്നു. ഇസ്രായേലുമായി കൂടിയാലോചനകൾ നടക്കുന്നു. അതിനുശേഷം മാത്രമേ യുദ്ധം ഉണ്ടാകൂ എന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ നാടകീയമായ രീതിയിൽ ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന സംയുക്ത ഒരു വ്യോമ ആക്രമണം ഇറാന്റെ 2 നഗരങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. കാര്യമായ നാശനഷ്ടം ഉണ്ടായതായിട്ട് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് ഇവിടെ അമേരിക്കയുടെ ചില പ്രിഫറൻസുകൾ, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചില പ്രിഫറൻസുകൾ, ഈ പ്രിഫറൻസുകൾ ഉറപ്പായി നേടിയെടുക്കണം എങ്കിൽ സമാധാന ചർച്ച കൊണ്ട് സാധിക്കില്ല. ഒരു പരിധിവരെ മാത്രമേ സമാധാന ചർച്ചകൾ, ആണവ ചർച്ചകൾ മുന്നോട്ട് പോകൂ. കാരണം 3-4 കാര്യങ്ങളിൽ ധാരണയാകാനുണ്ട്. ഇറാൻ ആകെ അനുവദിക്കുന്നത് സമ്പുഷ്ടീകരണം, ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം കുറച്ചു കൊണ്ടുവരാം എന്നത് മാത്രമാണ് അംഗീകരിക്കുന്ന ഏക കാര്യം. പക്ഷേ മിസൈലുകളുടെ കാര്യത്തിൽ, സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ, പ്രോക്സികളെ സഹായിക്കുന്ന കാര്യത്തിൽ, ഈവൻ ഭരണമാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇറാനുമായി ഇപ്പോൾ ചർച്ച ചെയ്യാവുന്ന ഒരു നിലയിലല്ല അമേരിക്ക. സ്വാഭാവികമായി ഒരു ആക്രമണം മാത്രമാണ് തങ്ങളുടെ മുന്നിലുള്ള വഴി എന്ന് അമേരിക്ക ചിന്തിച്ചതിൽ ഒരു പക്ഷേ അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഈ സമയത്ത് നടക്കും, പ്രത്യേകിച്ച് പകലിന്റെ ഒരു സമയത്ത് നടക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം മുൻകാല
മുൻകാലങ്ങളിൽ നടന്ന ആക്രമണം എല്ലാം തന്നെ രാത്രിയുടെ മറവിലാണ്. കഴിഞ്ഞ സമീപ ഭൂതകാലത്ത് നടന്ന ഏതാണ്ട് എല്ലാ വ്യോമാക്രമണങ്ങളും രാത്രിയിൽ യുദ്ധം തുടങ്ങുന്നു എന്ന രീതിയായിരുന്നു. അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ മുൻപ് നടന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കണ്ടു. ഈ റിയൽ ഒബ്ജക്റ്റ് എല്ലാം തന്നെ പോയിരുന്നത് രാത്രിയിലാണ്. ഇപ്പോൾ ഒരു ചേഞ്ച് എന്ന നിലയിൽ ഇപ്പോൾ പകൽ സമയത്ത് ആക്രമണം നടന്നിരിക്കുന്നു എന്ന് തന്നെ ഇതിനകത്ത് ഒരു വ്യത്യസ്തത, ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയം ഈ തെരഞ്ഞെടുത്തു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു കാര്യം കൂടി എടുത്ത് ചോദിക്കട്ടെ, കഴിഞ്ഞ തവണത്തെ ആക്രമണം നമ്മൾ കണ്ടതാണ്. അമേരിക്കൻ ബോംബ് വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഇറാന്റെ ആണവ നിലയങ്ങൾ, പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് പറഞ്ഞ് ഒതുങ്ങി ഒരു 2 ആഴ്ചയ്ക്കപ്പുറം പോകാത്ത ഈ യുദ്ധം ഇനി ഈ ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഇറാൻ അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം 2025 വർഷം നടന്ന ആക്രമണങ്ങൾ രീതി നോക്കിയാൽ ഇസ്രയേലും ഇറാനും തമ്മിൽ 12 ദിവസം നീണ്ടുന്ന യുദ്ധം. ആ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അന്ന് ഇറാനുമായി ആണവ ചർച്ചയിൽ ഉണ്ടായിരുന്ന 5 റൗണ്ട് ആണവ ചർച്ച കഴിഞ്ഞു നിന്ന അമേരിക്ക ഏകപക്ഷീയമായി ഇറാനെതിരെ 12ാം ദിനമാണ് യുദ്ധത്തിൽ പ്രവേശിക്കുന്നതും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം ഫർദോയിലെയും ഇസ്ഫഹാനിലെയും നഥാൻസിലെയും എല്ലാം ഭൂഗർഭ ആണവ നിലയങ്ങളിൽ P2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അതിശക്തമായ ആക്രമണം തന്നെയാണ് കാഴ്ചവെച്ചത്. സമാനമായ രീതിയിൽ തീർച്ചയായും എന്തായാലും ഇക്കാര്യം അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തങ്ങൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇക്കാര്യം ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തങ്ങൾ കൃത്യമായ ശക്തമായ ആ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്ന ലിജിനാണ് ഒപ്പമുള്ളത്. ലിജിൻ, ഒരുപക്ഷെ അമേരിക്ക ആദ്യം അറ്റാക്ക് ചെയ്യും, ഇറാനെ അറ്റാക്ക് ചെയ്യും. കൃത്യമായ ഒരു പടയൊരുക്കം നമ്മൾ കണ്ടതാണ്. ആ കടലിടുക്കെല്ലാം എബ്രഹാം ലിങ്കൺ അടക്കമുള്ള കപ്പലുകൾ, സേനാ വിന്യാസം ഒക്കെ നമ്മൾ കണ്ടതാണ്. മധ്യപൂർവേഷ്യയിലെ ആ ബേസ് ക്യാമ്പുകളിലെല്ലാം കൃത്യമായ പടയൊരുക്കം, നിരീക്ഷണം, ജാഗ്രതാ സംവിധാനം ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചു ഒരുപക്ഷെ ഈ തിങ്കളാഴ്ചത്തെ ഈ ഒരു ചർച്ച കഴിഞ്ഞതിന് ശേഷം, കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ് തങ്ങൾക്ക് സംതൃപ്തിയുണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ജനീവ ചർച്ചയിൽ ഉയർന്നത് എന്ന്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമായി അപ്പോഴും ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഇനിയും കൃത്യമായ ചില പോയിന്റുകളിലേക്ക്, ചില റെഡ് ലൈൻസിലേക്ക് ഇനിയും എത്തേണ്ടതുണ്ട് എന്ന്. പക്ഷേ ആ റെഡ് ലൈനിലേക്ക് എത്താൻ തിങ്കളാഴ്ച എന്ന ഒരു സമയം ഓസ്ട്രിയയിലെ വിയന്നയിൽ അതിനൊരു സമയം കുറിച്ചിരിക്കെ തന്നെ അതിനു മുൻപ് ഒരു അറ്റാക്കിലേക്ക് അമേരിക്ക മുതിർന്നതിൻ്റെ അല്ലെങ്കിൽ ഇസ്രയേലിനെ മുന്നിൽ നിർത്തി അമേരിക്ക അത്തരത്തിലൊരു അറ്റാക്ക് നടത്തിയതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായിട്ടും സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചകളിൽ താൻ പൂർണ്ണ തൃപ്തനല്ല എന്നാണ് അദ്ദേഹം ഒരു സംശയത്തിനിടയില്ലാതെ പറഞ്ഞത്. പക്ഷേ യുദ്ധം താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും വേണ്ടി വന്നാൽ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കാൻ മടിക്കില്ല എന്നുള്ള ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തി വയ്ക്കുന്നുണ്ട്. എന്തായാലും അത് പറഞ്ഞ് മണിക്കൂറുകൾക്കിപ്പുറമാണ് ഇസ്രായേൽ ഇത്തരമൊരു വലിയ ആക്രമണം ഇറാനിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ട്രംപ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ദ ട്രൂത്തിൽ അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. അമേരിക്ക ഇത്തരത്തിലുള്ള ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിവെക്കുകയാണ്. അദ്ദേഹം തന്നെ ശരിവെക്കുകയാണ്. അതായത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സംയുക്തമായ ആക്രമണമാണ് ഇറാനിൽ നടത്തിയത് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ നിരവധി തവണ അദ്ദേഹം ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഭീകരവാദ രാജ്യമാണ്, പൂർണ്ണമായിട്ടും ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും തിരിച്ചടിക്കും അല്ലെങ്കിൽ തകർക്കും എന്ന വളരെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള നിരവധി തവണ അദ്ദേഹം പരാമർശം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് വേണം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കാര്യമായിട്ട് വേണം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തെ നമുക്ക് കാണാൻ. കാരണം ഈ ഇസ്രായേലിനെ മുൻനിർത്തിക്കൊണ്ട് പിന്നിൽ അമേരിക്ക നിന്ന് ഒരു വലിയ ആക്രമണം ഇറാനിൽ നടത്തിയിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അത് ഏത് രീതിയിൽ പോകും അല്ലെങ്കിൽ നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വലിയ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാകും. അതായത് ഈ ലോകക്രമത്തിന് ട്രംപ് അയാളുടെ ഭാഗത്തു നിന്നും ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് യുദ്ധ നയതന്ത്രങ്ങൾക്കടക്കം ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ചില മാനദണ്ഡങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, ചില തത്വങ്ങളൊക്കെയുണ്ട്. ഒരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ പീക്ക് പോയിന്റിൽ എത്തുമ്പോഴാണ് അത്തരത്തിൽ ഒരു യുദ്ധം ഉണ്ടാകേണ്ടതെന്ന്. ഒരുപക്ഷെ വെനിസ്വേലയിലും കഴിഞ്ഞ തവണ ഇറാനിലും ഒക്കെ നമ്മളത് കണ്ടതാണ്. ഇതെല്ലാം കാറ്റിൽ പറത്തിയുള്ള ഒരുപക്ഷെ ട്രംപിൻ്റെ ഭ്രാന്തൻ ചിന്തകൾ, അറ്റാക്കുകളൊക്കെ നമ്മൾ
നമ്മൾ കണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പരാജയം, ആ പരാജയത്തിൻ്റെ ഒരു ഈഗോ ക്ലാഷ് തന്നെയാണ് ഒരു പക്ഷേ ട്രംപിന് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ എടുത്ത് പറയേണ്ടി വരും. അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തിയിട്ടും ഇപ്പോഴും തങ്ങളുടെ ആണവായുധ സമ്പുഷ്ടീകരണ പദ്ധതികൾ വലിയ തടസ്സമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പുറംപാളികൾക്ക് അല്ലെങ്കിൽ പുറത്തെ ചുറ്റുപാടുകൾക്ക് മാത്രമാണ് ചെറിയ തോതിലുള്ള ചില കേടുപാടുകൾ ഉണ്ടായത് എന്നാണ് കഴിഞ്ഞ തവണ തന്നെ ഇറാൻ വ്യക്തമാക്കിയത്. എങ്കിൽ കൂടിയും ഇത്തവണ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ, ഒരു ആണവ കരാറിലേക്ക് ഒതുങ്ങാനായി ഇരിക്കുമ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി അടക്കം തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒരുപക്ഷെ രാജ്യത്ത് ഇതുവരെ അവരെ രാജ്യത്തേക്ക് 27 വർഷത്തിലേറെ രാജ്യത്തേക്ക് കടത്തിവിടാത്ത ആ ഒരു ഏജൻസിയെ തങ്ങൾ പരിശോധനയ്ക്ക് ഒരുപക്ഷെ തയ്യാറായി നിർത്താം. ഒരുപക്ഷെ പാർലമെന്റിൻ്റെയൊക്കെ അംഗീകാരമാണ്. എങ്കിൽ കൂടിയും അവരതിനൊക്കെ തയ്യാറായി നിന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ആ വാക്കുകൾ, അതായത് കൃത്യമായ വലിയൊരു ആക്രമണം തങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ആ ഒരു ബൈറ്റ് കേൾക്കാം. Short time ago, the United States military began major combat operations in Iran. Our objective is to defend the American people by eliminating imminent threats from the Iranian regime, a vicious group of very hard, terrible people. Its menacing activities directly endanger the United States, our troops, our bases overseas, and our allies throughout the world. For 47 years, the Iranian regime has chanted death to America and waged an unending campaign of bloodshed and mass murder, targeting the United States, our troops, and the innocent people in many, many countries. Among the regime's very first acts was to back a violent takeover of the U.S. Embassy in Tehran, holding dozens of American hostages for 444 days. In 1983, Iran's proxies carried out the Marine barracks bombing in Beirut that killed 241 American military personnel. In 2000, they knew and were probably involved with the attack on the USS Cole. Many died. Iranian forces killed and maimed hundreds of American service members. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പോയിന്റിലേക്കാണ്. ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ അതിന് ചില തത്വങ്ങൾ, ചില മാനദണ്ഡങ്ങളൊക്കെയുണ്ട്. ആ ഒരു പോയിന്റ് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നത്. അമേരിക്കൻ ജനതയ്ക്ക് തൻ്റെ രാജ്യത്തിൻ്റെ പരമ അധികാരത്തിന് ഒക്കെ വലിയ ഒരു ഭീഷണിയായി, അല്ലെങ്കിൽ ലോക ജനതയ്ക്ക് വലിയൊരു ഭീഷണിയായി ഇറാൻ എന്ന രാഷ്ട്രം മാറിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും ട്രംപ് പറയുകയാണ്. സമാധാനത്തിനുള്ള അവസാന അവസരവും ഇറാൻ പാഴാക്കിയെന്ന ആരോപണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുകയാണ്. ഇറാനുമേൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ അറിയിപ്പോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട യുദ്ധപ്രവർത്തനങ്ങൾ തങ്ങൾ തുടങ്ങിയെന്ന്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഇന്നത്തെ കേരള സ്റ്റോറി 2 സിനിമയുടെ കൊച്ചിയിലെ ആദ്യ പ്രദർശനം നടന്നില്ല. എറണാകുളം ഷെനൈസ് തിയേറ്ററിൽ ഉച്ചയ്ക്ക് 12-ന് നടക്കേണ്ടിയിരുന്ന പ്രദർശനമാണ് മുടങ്ങിയത്. സിനിമ കാണാൻ ആളുകൾ എത്താതിരുന്നതിനാലാണ് പ്രദർശിപ്പിക്കാത്തത് എന്ന് തിയേറ്റർ ഉടമകൾ അറിയിച്ചു. ആകെ 7 പേരാണ് ആദ്യ ഷോ ബുക്ക് ചെയ്തിരുന്നത്. 10 പേരെങ്കിലും എത്തിയാലേ സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയുകയുള്ളൂവെന്ന് തിയേറ്റർ അധികൃതർ പറഞ്ഞു. ഷെനൈസ് തിയേറ്ററിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. തിയേറ്ററിലേക്ക് കടന്ന പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. പിന്നീട് പോലീസ് എത്തിയാണ് പ്രവർത്തകരെ തടഞ്ഞത്. കേരള സ്റ്റോറിക്കെതിരെ തൃശ്ശൂരിലും പ്രതിഷേധം ശക്തമാണ്. തൃശ്ശൂർ ഒല്ലൂരിലെ തിയേറ്ററിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം. എന്നാൽ സിനിമ കാണാൻ ആളില്ല. പ്രവർത്തകർ സിനിമ പോസ്റ്ററിൽ കരിയോയിൽ ഒഴിച്ചു. ആരോഗ്യമേഖലയിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് രാജ്യം. ഗർഭാശയ ക്യാൻസറിനെതിരായ രാജ്യവ്യാപക വാക്സിനേഷന് രാജസ്ഥാനിലെ അജ്മീറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു. 14 വയസ്സ് പൂർത്തിയായ എല്ലാ പെൺകുട്ടികൾക്കും വാക്സിൻ നൽകും. രാജ്യത്തെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലുമായി ഏകദേശം 30,000 കേന്ദ്രങ്ങളിൽ വാക്സിൻ ലഭ്യമാകും. ക്യാമ്പയിന്റെ ആദ്യ 90 ദിവസങ്ങളിൽ ഈ കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും കുത്തിവയ്പ് ഉണ്ടായിരിക്കും. അതിനുശേഷം ആഴ്ചയിൽ 2 ദിവസം വീതമുള്ള സാധാരണ വാക്സിനേഷൻ ദിനങ്ങളിൽ ഇത് ലഭ്യമാകും. മറ്റ് വാക്സിനുകളിൽ നിന്നും വ്യത്യസ്തമായി HPV വാക്സിൻ സ്വീകരിക്കുന്നതിന് മാതാപിതാക്കളുടെയോ രക്ഷിതാക്കളുടെയോ മുൻകൂട്ടിയുള്ള സമ്മതം നിർബന്ധമാക്കിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അന്തിമ ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടാകും. LDF സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കും. തുടർന്ന് സംസ്ഥാന സമിതി യോഗവും ചേരും.
RSP സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. RSP ഇരവിപുരം മണ്ഡലം സെക്രട്ടറി രാജിവെച്ചു. N. നൌഷാദാണ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. സ്ഥാനാർത്ഥി ചർച്ചയിൽ ഇരവിപുരത്തേക്ക് പരിഗണിച്ചിരുന്നവരിൽ ഒരാളാണ് നൌഷാദ്. ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയിൽ N. നൌഷാദിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വൻ ഭൂരിപക്ഷ പിന്തുണ കിട്ടിയിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും തമ്മിൽ തർക്കം ശക്തമായിരുന്നു. തുടർന്ന് RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹനെ സമവായ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. വിജയ സാധ്യത പരിശോധിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയമെന്നാരോപിച്ചാണ് നൌഷാദ് രാജിവെച്ചത്. ISL ആതിജയും ടെഡി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. ഇന്ത്യ കാശിയാണ് എതിരാളികൾ. വൈകിട്ട് 5-ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. മുൻ മത്സരങ്ങളിലെ പിഴവുകൾ തിരുത്തി ടീം വിജയ വഴിയിലെത്തുമെന്ന് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഡേവിഡ് കറ്റാല പറഞ്ഞു. അതേസമയം പരിക്കിന്റെ പിടിയിലുള്ള ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഇന്ന് കളിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പുതിയതായി ടീമിലെത്തിച്ച സ്കോട്ടിഷ് മുന്നേറ്റക്കാരൻ ജെ ക്യുറ്റേൻ ഗോ അരങ്ങേറും. 2 കളിയും തോറ്റ് പട്ടികയിൽ 11ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. T20 ലോകകപ്പിലെ നിർണായക സൂപ്പർ 8 മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഗ്രൂപ്പ് 2-ൽ നിന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഇംഗ്ലണ്ട് സെമി ഉറപ്പിച്ചപ്പോൾ 2ാം സ്ഥാനക്കാരായി സെമിയിലെത്താൻ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലാണ് പ്രധാന മത്സരം. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.